ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റേഡിയൽ ലൂപ്പ് മോഡലാണ്. റേഡിയൽ ലൂപ്പ് മോഡലിൻ്റെ മറ്റൊരു പേരാണ് സ്കാഫോൾഡ് മോഡൽ. അതിലാദ്യം നമുക്ക് സ്കാഫോൾഡ് പ്രോട്ടീൻസ് എന്താണെന്ന് പഠിക്കാം. ഇപ്പോൾ ക്രോമസോം എന്ന് പറയുന്നതിൽ മെയിനായിട്ടുള്ള കമ്പോണൻസ് DNA-യും അതുപോലെ തന്നെ പ്രോട്ടീൻസും ആണ്. പ്രോട്ടീൻസിൽ ഹിസ്റ്റോൺസും ഉണ്ട്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഉണ്ട്. ഇതിലെ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസിലാണ് സ്കാഫോൾഡ് പ്രോട്ടീൻസ് വരുന്നത്. സ്കാഫോൾഡ് എന്ന് പറയുന്നതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ് വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് പ്രോട്ടീൻ എന്ന് പറയുന്നത് SC1. സ്കാഫോൾഡ് പ്രോട്ടീൻ്റെ ഷോർട്ട് ഫോമാണ് SC എന്ന് പറയുന്നത്. അപ്പോൾ SC1 ആൻഡ് SC2 എന്ന് പറയുന്ന രണ്ട് സ്കാഫോൾഡ് പ്രോട്ടീൻസും പിന്നെ കുറച്ച് മൈനർ പ്രോട്ടീൻസുമാണ് മെയിനായിട്ട് സ്കാഫോൾഡ് പ്രോട്ടീൻസിൽ വരുന്നത്. അതിൽ SC1 എന്ന് പറയുന്ന സ്കാഫോൾഡ് പ്രോട്ടീൻ്റെ മോളിക്കുലാർ വെയ്റ്റ് എന്ന് പറയുന്നത് 170 കിലോ ഡാൾട്ടൺ ആണ്. SC2 എന്ന് പറയുന്ന സ്കാഫോൾഡ് പ്രോട്ടീൻ്റെ മോളിക്കുലാർ വെയ്റ്റ് 135 കിലോ ഡാൾട്ടൺ ആണ്. അപ്പം സ്കാഫോൾഡ് പ്രോട്ടീൻസിലെ മേജർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് SC1 ആൻഡ് SC2 എന്ന് പറയുന്ന പ്രോട്ടീൻസാണ്. ഈ രണ്ട് പ്രോട്ടീൻസും വളരെ അബണ്ടൻസിലൊന്നും കാണപ്പെടുന്ന പ്രോട്ടീൻസ് അല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതായത് 5 to 10% മാത്രമേ ക്രോമസോമിലുള്ളൂ. ഇവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോമിൻ്റെ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ക്രോമസോമിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടീൻസാണ് സ്കാഫോൾഡ് പ്രോട്ടീൻസ്. സ്കാഫോൾഡ് പ്രോട്ടീൻസ് മെയിനായിട്ട് രണ്ട് തരത്തിലാണുള്ളത്, SC1 ആൻഡ് SC2. ആദ്യത്തെ സ്കാഫോൾഡ് പ്രോട്ടീനാണ് SC1 എന്ന് പറയുന്നത്. SC1ൻ്റെ മറ്റൊരു പേരാണ് ടോപ്പോ ഐസോമറൈസ് 2 അല്ലെങ്കിൽ ടോപ്പോ 2. ടോപ്പോ ഐസോമറൈസ് 2 എന്ന് പറയുന്ന പ്രോട്ടീൻ മൈറ്റോട്ടിക് ക്രോമസോമിൽ അതിൻ്റെ ആക്സിയൽ റീജിയൻസിലെല്ലാം ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. മൈറ്റോട്ടിക് ക്രോമസോമിൻ്റെ ആംസിലും അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രോമിയറിലും എല്ലാം കോമൺ ആയിട്ട് കാണപ്പെടുന്നു. എന്നാൽ അതിൻ്റെ ലൂപ്സ് ഡൊമൈനിലൊന്നും കാണപ്പെടുന്നില്ല. അപ്പം ഈ ക്രോമസോമിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൂപ്പ് ലൈക്ക് റീജിയൻസിലൊന്നും ഈ ഒരു ടോപ്പോ ഐസോമറൈസ് 2 എന്ന് പറയുന്ന SC1 പ്രോട്ടീൻ കാണപ്പെടുന്നില്ല. എന്നിരുന്നാലും അതിൻ്റെ ആക്സിയൽ റീജിയൻസിലെല്ലാം തന്നെ ഈ ഒരു പ്രോട്ടീൻ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ടോപ്പോ ഐസോമറൈസ് 2 എന്ന് പറയുന്ന പ്രോട്ടീൻ എവല്യൂഷണറി കൺസേർവ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. അത് DNA റിലാക്സ് ചെയ്യിക്കാനും അതിൻ്റെ സൂപ്പർ കോയിലിങ് അൺവൈൻഡ് ചെയ്യിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ DNA അൺടാങ്കിൾ ചെയ്യാൻ, അതായത് കോയിലൊക്കെ വന്നിട്ട് DNA കുരുങ്ങിയിരിക്കുകയാണെങ്കിൽ അതൊക്കെ അൺടാങ്കിൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടീനാണ് ഈ ടോപ്പോ ഐസോമറൈസ് 2 എന്ന് പറയുന്ന പ്രോട്ടീൻ. അപ്പം ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ബ്രേക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ സൂപ്പർ കോയിലൊക്കെ റിലാക്സ് ചെയ്യുന്നത്. ബ്രേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ആ ബ്രേക്ക് റീജോയിൻ ചെയ്യാനും ഈ ടോപ്പോ ഐസോമറൈസ് 2 എന്ന് പറയുന്ന സ്കാഫോൾഡ് 1 പ്രോട്ടീന് കഴിയുന്നുണ്ട്. അതുപോലെ മൈറ്റോട്ടിക് ക്രോമസോമിൻ്റെ കണ്ടൻസേഷനും സഹായിക്കുന്ന പ്രോട്ടീനാണ് ടോപ്പോ ഐസോമറൈസ് 2 എന്ന് പറയുന്ന സ്കാഫോൾഡ് SC1 പ്രോട്ടീൻ. അടുത്ത സ്കാഫോൾഡ് പ്രോട്ടീനാണ് SC2. SC2 സ്കാഫോൾഡ് പ്രോട്ടീൻ്റെ മറ്റൊരു പേരാണ് SMC2. SMC എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ മെയിൻ്റെനൻസ് ഓഫ് ക്രോമസോം. ക്രോമസോമിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ വിഭാഗത്തിൽ വരുന്ന പ്രോട്ടീനാണ് SC2. അതുകൊണ്ട് SC2ൻ്റെ മറ്റൊരു പേരാണ് SMC2. സ്ട്രക്ചറൽ മെയിൻ്റെനൻസ് ഓഫ് ക്രോമസോം 2 എന്നാണ് SMC2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോട്ടീൻ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റോൾ വഹിക്കുന്നു. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്ന മെറ്റാഫേസ് ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡ് ആംസിൻ്റെ സെൻട്രൽ റീജിയനിൽ, ആ ലോങ് ആക്സിസിലുള്ള സെൻട്രൽ റീജിയൻസിലെല്ലാം കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഈ ഒരു SC2 അല്ലെങ്കിൽ SMC2 എന്ന് പറയുന്ന സ്കാഫോൾഡ് പ്രോട്ടീൻ. അതുപോലെ തന്നെ ഇൻ്റർഫേസ് ന്യൂക്ലിയസിലും വളരെ ലൂസായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ പ്രോട്ടീൻസിനെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ SC2 അല്ലെങ്കിൽ SMC2 എന്ന് പറയുന്ന പ്രോട്ടീൻ മെറ്റാഫേസ് ക്രോമസോമുകളുടെ ക്രോമാറ്റിഡ് ആംസിൻ്റെ സെൻറ്ററിലുള്ള ആ ലോങ് ആക്സിസിൽ എന്ന് വെച്ചാൽ സെൻട്രോമിയർ തൊട്ട് ആ ക്രോമസോം ആമിൻ്റെ ടിപ്പ് വരെ സെൻറ്റർ പോർഷനിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് SC2 അല്ലെങ്കിൽ SMC2 എന്ന് പറയുന്ന സ്കാഫോൾഡ് പ്രോട്ടീൻ. നെക്സ്റ്റ് ഈസ് റോൾ ഓഫ് സ്കാഫോൾഡ് പ്രോട്ടീൻ. സ്കാഫോൾഡ് പ്രോട്ടീൻസിൻ്റെ റോൾ എന്ന് പറയുന്നത് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ സ്ട്രക്ചർ
കറക്റ്റായിട്ട് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാക്കുക. അതുപോലെ ആ സ്ട്രക്ചർ അതേപോലെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ആക്സിയൽ കംപ്രഷൻ പ്രോസസ്സിൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റിയുടെ സഹായത്തോടുകൂടി സ്കാഫോൾഡ് പ്രോട്ടീൻസ് ക്രോമസോം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബേഴ്സിനെ ലാർജ് സ്കെയിലിൽ ഓർഗനൈസ് ചെയ്ത് കോമ്പാക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ കോമ്പാക്റ്റ് ചെയ്യുന്നത് മൂലം ഒരു കോമ്പാക്റ്റഡ് ആയിട്ടുള്ള ക്രോമസോം ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ക്രൊമാറ്റിൻ ഫൈബേഴ്സിനെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നല്ല കോമ്പാക്റ്റ് ആക്കി അടുക്കി വെച്ച് ക്രോമസോമിനെ ഹൈലി കോമ്പാക്റ്റഡ് സ്ട്രക്ചറാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഈ സ്കാഫോൾഡ് പ്രോട്ടീൻസ് ആണ്. റേഡിയൽ ലൂപ്പ് മോഡൽ. This is a common model for the organization of metaphase chromosome, and this model postulates a non-histone core. That non-histone core is called scaffold. It is composed of structural maintenance of chromosome 2, that is CMC2 protein, and topoisomerase 2 protein, to which radial loops of DNA are attached at regular intervals. അപ്പം ഈ ഒരു മോഡൽ റേഡിയൽ ലൂപ്പ് മോഡൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ ഹിസ്റ്റോൺ കോറുണ്ട്, ഒരു ഹിസ്റ്റോൺ അല്ലാത്തൊരു കോറുണ്ട്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൊണ്ടുള്ള ഒരു കോറുണ്ട്. ആ കോറിനെ നമ്മൾ സ്കാഫോൾഡ് എന്ന് പറയുന്നു. ആ സ്കാഫോൾഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച 2 പ്രോട്ടീൻസ് ആയിട്ടുള്ള SC1 ആൻഡ് SC2 കൊണ്ടാണ്. അതായത് ടോപ്പോ ഐസോമറേസ് 2ഉം അതുപോലെ തന്നെ സ്ട്രക്ചറൽ മെയിൻ്റെനൻസ് ഓഫ് ക്രോമസോം 2 എന്ന് പറയുന്ന പ്രോട്ടീൻസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കാഫോൾഡ് ഉണ്ട്. ആ സ്കാഫോൾഡിലേക്ക് DNA റേഡിയൽ ലൂപ്പുകൾ റെഗുലർ ഇൻ്റർവെൽസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു എന്നാണ് റേഡിയൽ ലൂപ്പ് മോഡൽ പറഞ്ഞിരിക്കുന്നത്. A model in which the nucleoprotein fiber is folded into loops which are arranged in the chromatid in radial fashion in such a way that their bases become the central axis of the chromatid. അപ്പോൾ ഇങ്ങനെ ഒരു സ്കാഫോൾഡ് ഉണ്ട്. ആ സ്കാഫോൾഡിലേക്ക് ക്രൊമാറ്റിഡ്സ് റേഡിയൽ ഫാഷനിൽ വന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൊമാറ്റിഡുകളുടെ ബേസുകൾ ഞാൻ ക്ലാസ് എടുത്തോണ്ടി. നെക്സ്റ്റ് ഈസ് റേഡിയൽ ലൂപ്പ് മോഡൽ. റേഡിയൽ ലൂപ്പ് മോഡലിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ദ കോമൺ മോഡൽ ഫോർ ദ ഓർഗനൈസേഷൻ ഓഫ് മെറ്റാഫേസ് ക്രോമസോം ആൻഡ് ഇറ്റ് പോസ്റ്റുലേറ്റ്സ് ദാറ്റ് എ നോൺ ഹിസ്റ്റോൺ കോർ ദാറ്റ് ഈസ് സ്കാഫോൾഡ് composed of structural maintenance of chromosome 2 protein and topoisomerase 2 protein to which radial loops of DNA are attached at regular intervals. അപ്പോൾ റേഡിയൽ ലൂപ്പ് മോഡൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ ഹിസ്റ്റോൺ കോറുണ്ട്. ആ നോൺ ഹിസ്റ്റോൺ കോറിനെ നമ്മൾ സ്കാഫോൾഡ് എന്നാണ് പറയുന്നത്. ആ സ്കാഫോൾഡ് നിർമ്മിച്ചിരിക്കുന്നത് ടോപ്പോ ഐസോമറൈസ് 2 അതായത് SC1 എന്ന് പറയുന്ന സ്കാഫോൾഡ് പ്രോട്ടീനും അതുപോലെ തന്നെ SMC2 എന്ന് പറയുന്ന സ്ട്രക്ചറൽ മെയിൻ്റെനൻസ് ഓഫ് ക്രോമസോം 2 എന്ന് പറയുന്ന SC2 പ്രോട്ടീനും ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു സ്കെലിറ്റനായിട്ട് ആക്ട് ചെയ്യുന്നു. ഈ ഒരു സ്കാഫോൾഡ് സ്കെലിറ്റനിലേക്ക് DNA റേഡിയൽ ലൂപ്പ് റെഗുലർ ഇൻ്റർവെൽസിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് റേഡിയൽ ലൂപ്പ് മോഡൽ പറയുന്നത്. എ മോഡൽ ഇൻ വിച്ച് ന്യൂക്ലിയോപ്രോട്ടീൻ ഫൈബർ ഈസ് ഫോൾഡഡ് ഇൻ ടു ലൂപ്പ് which are arranged in the chromatid in radial fashion in such a way that their bases become the central axis of the chromatid. റേഡിയൽ ലൂപ്പ് മോഡൽ നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാം. താഴെ കൊടുത്തിരിക്കുന്നതാണ് ലൂപ്പ് ബാർ സ്കാഫോൾഡ് മോഡലിന് ഇട്ടേക്കുന്നതാണ് റേഡിയൽ ലൂപ്പ് മോഡൽ. അതിൽ നടുക്കൂടെ നിങ്ങൾക്കൊരു മഞ്ഞ ത്രെഡ് കാണാൻ പറ്റുന്നുണ്ട്. ആ മഞ്ഞ ത്രെഡാണ് ഇവിടുത്തെ സ്കാഫോൾഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അത് SC1ഉം SC2ഉം കൂടെ ചേർന്നിട്ടുണ്ടായേക്കുന്ന ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻ ഫോൾഡഡ് ഫൈബറാണ് ഈ ഒരു സ്കാഫോൾഡ് എന്ന് പറയുന്നത്. ഈ സ്കാഫോൾഡിനെ ആക്സിസ് ആക്കി വെച്ചുകൊണ്ട് അതിലേക്കാണ് ക്രൊമാറ്റിഡ് ലൂപ്പുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ലൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു ലൂപ്പുകളുടെ ബേസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു സ്കാഫോൾഡ് പ്രോട്ടീനിലേക്കാണ്. അപ്പോൾ ഇതാണ് സ്കാഫോൾഡ് മോഡൽ അല്ലെങ്കിൽ റേഡിയൽ ലൂപ്പ് മോഡൽ എന്ന് പറയുന്നത്. In the radial loop model, large chromatin fiber loops are arranged around the axis of the central scaffold of protein that run the length of the chromosome. അപ്പോൾ ക്രോമസോമിൻ്റെ എൻറ്റയർ ലെങ്തിലും സ്കാഫോൾഡ് പ്രോട്ടീൻസ് കാണപ്പെടും. ആ സ്കാഫോൾഡ് പ്രോട്ടീൻസിൻ്റെ സെൻട്രൽ ആക്സിസിൻ്റെ ചുറ്റുമായിരിക്കും ക്രൊമാറ്റിൻ ഫൈബർ ലൂപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് റേഡിയൽ ലൂപ്പ് മോഡൽ പറയുന്നത്.
The region of the DNA that form the attachment to the scaffold are referred to as scaffold attachment region. അപ്പം സ്കാഫോൾഡിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന DNA റീജിയൻസിനെയാണ് സ്കാഫോൾഡ് അറ്റാച്ച്മെൻറ്റ് റീജിയൻസ് അല്ലെങ്കിൽ SARS എന്ന് പറയുന്നത്. അപ്പോൾ SARS ആർ ദ റീജിയൻ ഓഫ് DNA ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദി scaffold. The nature of the scaffold is important as it must be dynamic structure that is capable of various states of condensation. ഈ സ്കാഫോൾഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റേബിൾ സ്ട്രക്ചർ ആയിരിക്കത്തില്ല. അത് ഹൈലി ഡൈനാമിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കും. എപ്പോൾ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമാകുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും ഈ സ്കാഫോൾഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ക്രോമസോം അതിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പാക്ഷൻ കൂടുന്നതിനനുസരിച്ചൊക്കെ അസംബിൾ ചെയ്യാനും ഡിസംബിൾ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഈ സ്കാഫോൾഡിനുള്ളത്. അപ്പം ഡിഗ്രി ഓഫ് കണ്ടൻസേഷൻ ചില സമയത്ത് കൂടുതലായിരിക്കും, ചില ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവ് ആവേണ്ട സമയത്ത് കണ്ടൻസേഷൻ കുറഞ്ഞ് ആ ഒരു ഭാഗം എന്താണ് അൺവൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് സൂപ്പർ കോയിലിംഗ് മാറ്റിയിട്ട് ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് ഫങ്ഷണലി ആക്റ്റീവായിട്ടുള്ള ജീനുകളെ അവരുടെ റോളുകൾ മൊത്തം വഹിക്കുന്ന അല്ലെങ്കിൽ റോളുകൾ മൊത്തം പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറായിരിക്കും ഈ ഒരു സ്കാഫോൾഡിനുള്ളത്. But to accomplish this, either the chromosome scaffold is disassembled or reassembled as the degree of condensation through the cell cycle dictates, or the scaffold structure must be flexible enough to accommodate extremes of compaction. അപ്പം കോമ്പാക്ഷൻ എക്സ്ട്രീമായിട്ട് വേണ്ട സമയത്ത് ആ രീതിയിലുള്ള ഒരു സ്ട്രക്ചറും അതല്ല എന്താണ് DNA റിലാക്സ് ചെയ്യേണ്ട സമയത്ത് ആ രീതിയിലുള്ള സ്ട്രക്ചറും സ്വീകരിക്കത്തക്കവണ്ണം ഉള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡൈനാമിക് സ്ട്രക്ചറായിരിക്കും സ്കാഫോൾഡിനുള്ളത്. മെനി ഓഫ് ദ സ്കാഫോൾഡ് പ്രോട്ടീൻസ് ആർ റിക്വയർഡ് ഫോർ ദ പ്രോപ്പർ കണ്ടൻസേഷൻ ഓഫ് ദ ക്രോമസോം. അപ്പോൾ ക്രോമസോം പ്രോപ്പറായിട്ട് കണ്ടൻസ് ചെയ്യണമെങ്കിൽ പലതരത്തിലുള്ള സ്കാഫോൾഡ് പ്രോട്ടീൻസും വേണം. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ SC1 SC2 പുറമെ മറ്റ് പല എന്താണ് കൊഹിസിൻ അതുപോലെ കണ്ടൻസിൻ പോലെയുള്ള മറ്റ് പല സ്കാഫോൾഡ് പ്രോട്ടീൻസും ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ആവശ്യമാണ്. മെനി ഓഫ് ദ സ്കാഫോൾഡ് പ്രോട്ടീൻസ് ആർ required for the proper condensation of the chromosome, and several appear to have proton motor motifs that could function in retracting and expanding the scaffold structure. സ്കാഫോൾഡ് സ്ട്രക്ചറിനെ നിലനിർത്താനും അതിനെ റിട്രാക്റ്റ് ചെയ്യാൻ ചുരുക്കാനും അതിനെ എക്സ്പാൻഡ് ചെയ്യാനുമായിട്ടൊക്കെ സഹായിക്കുന്ന പ്രോട്ടോൺ മോട്ടോർ മോട്ടിഫ്സ് വഹിക്കുന്ന എന്താണ് പ്രോട്ടീൻസ് ആയിരിക്കും ഈ സ്കാഫോൾഡ് നിർമ്മിക്കാനായിട്ട് സഹായകരമായിട്ടുള്ള സ്കാഫോൾഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സ്കാഫോൾഡ് പ്രോട്ടീൻ്റെ തന്നെ മേജർ കമ്പോണൻ്റ് ആയിട്ടുള്ള ടോപ്പോ ഐസോമറേസ് 2 എന്ന് പറയുന്ന പ്രോട്ടീൻ അത് AT റിച്ച് മോട്ടീവിലാണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പം DNA AT റിച്ച് റീജിയൻ ഉള്ളിടത്താണ് ഈ ടോപ്പോ ഐസോമറേസ് 2 വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്കാഫോൾഡ് പ്രോട്ടീൻ്റെ ബേസിലേക്ക് AT റിച്ച് റീജിയൻസ് ആയിരിക്കും DNA വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ DNA ആക്സിസ് എന്ന് പറയുന്ന സ്കാഫോൾഡ് പ്രോട്ടീനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് AT റിച്ച് ആയിട്ടുള്ള റീജിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് റേഡിയൽ ലൂപ്പ് മോഡൽ. ഓക്കെ.